കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതാ ഡയറി. ജീവിച്ചിരുന്നപ്പോ സാധിക്കാതെ പോയ സുപ്രിയയുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാ സുപ്രിയ ഈ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതിന്റെ അവസാനത്തെ പേജില് സൗപർണികയിൽ ദീപങ്ങൾ ഒഴുക്കണമെന്നും മൂകാംബിക ദേവിയെ തൊഴണമെന്നും DKയുടെ കൈ പിടിച്ച് കുടജാദ്രിയിലും സർവജ്ഞ പീഠത്തിലും സുപ്രിയ സുപ്രിയ, നിന്റെ ആഗ്രഹം ഞാൻ നടത്തിത്തരും. ജ്യോതിയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി അമ്മ നേർന്നതാണെങ്കിലും ഇതെല്ലാം നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള നിയോഗം തന്നെ ആയിരുന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ ബേക്കറിക്കാരി നിന്റെ ഈ ഓർമ്മകളെയൊന്നും പെറുക്കിയെടുത്ത് കൊണ്ടുവരില്ലായിരുന്നല്ലോ. ഞാൻ വരും, നിന്റെ ആഗ്രഹം സാധിച്ചു തരും. പണ്ട് നീ എന്നോട് പറഞ്ഞതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. ദേവി, ഇതെല്ലാം നിന്റെ നിയോഗം തന്നെയായിരുന്നു. ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള നിന്റെ പ്ലാനായിരുന്നു ഇതൊക്കെ. ഇങ്ങോട്ട് വരാൻ പറയാം. എന്തിന്? കൈ പൊള്ളിയ നല്ല വേദനയുണ്ട്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ വാട്ട്? ഒരു സൂപ്പർ ഡ്രൈവർ നിന്റെ കൂടെ ഇല്ലേ? യുവർ മദർ. അമ്മ ഓടിക്കാനോ? നീ കണ്ടോ മോളെ എന്റെ മാസ് ഡ്രൈവിംഗ്? മൈ സൺ, ഈ തരൂ. അത് വേണോ അമ്മേ? കമോൺ മൈ സൺ, താക്കോല് താട കണ്ണ. Come on. അമ്മ സൂക്ഷിച്ച്. ഈ മദറിന്റെ ഡ്രൈവിംഗ് ബ്രില്യൻസി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈസ് വെയിറ്റ് മൈ സൺ. അച്ഛനിതെന്തുപറ്റി? ഇന്നെന്തോ സന്തോഷിക്കാനുള്ള വകയുണ്ടായിട്ടുണ്ട്. അതെ മനുഷ്യ, നിങ്ങൾക്കെന്താ വല്ല ലോട്ടറി അടിച്ചോ? ഇങ്ങനെ പോയാൽ ചിലപ്പോ ലോട്ടറി അടിക്കും കുഞ്ഞേ. എങ്ങനെ പോയാല്? അച്ഛൻ എന്താ ഈ പറഞ്ഞു വരുന്നേ? മോളെ, 6 മാസം അവർ ഒന്നുകൂടി ഒരുമിച്ച് ജീവിക്കാനല്ലേ കോടതി പറഞ്ഞത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ അതിനിടയിൽ വല്ലതൊക്കെ സംഭവിക്കും. എന്ത് സംഭവിക്കുന്ന? വഴക്കൊക്കെ മറന്ന് അവര് തമ്മിൽ ഒന്നിക്കുമെന്ന്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അവള് നിങ്ങളോട് അങ്ങനെ വല്ലതും വിളിച്ചു പറഞ്ഞോ? ഇല്ലില്ല, അവള് വിളിച്ചില്ല. പക്ഷെ പത്മാവതി അമ്മ വിളിച്ചു. അമ്മ എന്തിനാ വിളിച്ചേ? അതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മരുമോന് ജ്യോതിയോട് സ്നേഹം തോന്നി തുടങ്ങിയല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല.
അതൊക്കെ പഴയതുപോലെ തന്നെ. പക്ഷേ മാറ്റങ്ങൾക്കുള്ള ചില സൂചനകൾ ഞാൻ കാണുന്നുണ്ട്. അച്ഛൻ ഒരുമാതിരി പത്രക്കാരുടെ ഭാഷയിൽ സംസാരിക്കാതെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറ. എന്താ ഇപ്പൊ ഉണ്ടായത്? അതെ, സന്തോഷം വരുമ്പോ ഇങ്ങനെയാ മോളെ. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പറ്റൂ. അയ്യോ എന്റെ അച്ഛാ, അതിനിപ്പോ എന്താ ഇത്ര സന്തോഷിക്കാൻ സംഭവിച്ചേ? മോളെ, ജ്യോതി മോളെയും ഭർത്താവിനെയും കൊണ്ട് പത്മാവതി അമ്മ മൂകാംബിയക്ക് പോകുന്നെന്ന്. മൂകാംബികയിലോ? ആ, ജ്യോതി ആശുപത്രി കിടന്നപ്പോ പത്മാവതി അമ്മ നേർന്നതാത്രേ. അവരെ രണ്ടുപേരെയും മൂകാംബിയെ കൊണ്ടുപോയി ദേവിയെ തൊഴിയിച്ചോളാമെന്ന്. അതിനിപ്പോ എന്താ ഇത്രയും പ്രത്യേകത? അമ്മ അവരെയും കൊണ്ട് അമ്പലത്തിൽ പോകുന്നു, അതിനപ്പുറം എന്താ ഇത്ര സന്തോഷിക്കാൻ? നിനക്ക് മൂകാംബിക ദേവിയെ കുറിച്ച് എന്തറിയാം? ആദിപരാശക്തിയാ. മൂകാംബിക സന്നിധിയിൽ ചെയ്യുന്ന പ്രാർത്ഥനകളൊന്നും സഫലമാകാതെ പോവില്ല. ഉള്ളതാണോ സുധേട്ടാ? അപ്പോ അവര് തമ്മിൽ ഒന്നിക്കുമല്ലേ? ഒന്നിക്കും, ഒന്നിക്കണം, ഒന്നിച്ചല്ലേ പറ്റൂ. ആ മോളെ, നിനക്കറിയോ, നമ്മൾ ആഗ്രഹിക്കുമ്പോ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. ദേവി വിളിക്കുമ്പോ മാത്രമേ നമുക്കവിടെ ചെല്ലാൻ പറ്റൂ. അതാ അമ്മയ്ക്കിഷ്ടം. എന്ന് പറഞ്ഞാ ദേവി ഇപ്പോ അവരെ കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാ പത്മാവതി അമ്മ ഇപ്പോ അവരെയും കൊണ്ട് മൂകാംബിയെ പോകുന്നത്. എന്താ അതിന്റെ അർത്ഥം? എന്തർത്ഥം? എടി, മൂകാംബിയ ദേവി അവരെ അനുഗ്രഹിക്കുമെന്ന്, അവരൊന്നിക്കുമെന്ന്. ഈശ്വര, അതൊന്ന് കണ്ടാ മതിയായിരുന്നു. അല്ല സുധേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യം? നമുക്കൂടെ അവർക്കൊപ്പം പോയാലോ? ഇതുപോലെ ഇത്രയും വലിയ ക്ഷേത്രത്തിലൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. അതിന് അവര് പോകുമ്പോ നമുക്കും കൂടെ പോവാം. എല്ലാവർക്കും സന്തോഷത്തോടു കൂടി തൊഴുതിട്ടിങ്ങി പോരാലോ. വേണ്ട, ഈ യാത്രയില് അവര് മാത്രം മതി. അച്ഛൻ പറഞ്ഞതാ ശരി. അവർക്കിടയില് ഒരു ശല്യമായിട്ട് നമ്മൾ ആരും കൂടെ പോണ്ട. അതാ, നമുക്ക് പിന്നീട് ഒരിക്കൽ പോവാം, അല്ലേ അച്ഛാ? ആ അതെ മോളെ, നമുക്ക് പോണം. ഞാനും മൂകാംബിയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഈ പ്രായത്തിനിടയ്ക്ക് അവിടെ വരെ ഒന്ന് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ ചെന്ന് എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നാ പറയുന്നത്. അവിടുത്തെ കാടുകളിലും പ്രകൃതിയിലും ഒക്കെ ദൈവസാന്നിധ്യം ഉണ്ടെന്നാ സങ്കല്പം. കുടജാദ്രിയിൽ നിന്ന് വരുന്ന സൗവർണിയിൽ കുളിച്ച് മൂകാംബിക ദേവിയെ തൊഴുതാൽ ആഗ്രഹ സാഫല്യമെന്ന വിശ്വാസം. അമ്മേ, ദേവി, എന്റെ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കണേ. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണേ. എന്തു വേണം? എനിക്ക് DK ഒന്ന് കാണണം. ഓ, അത് ശരി. DK കണ്ടിട്ട് എന്താണാവോ ഇത്രയും വലിയ ആവശ്യം? സംസാരിച്ചു നിന്ന് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. DK വിളിക്കൂ പ്ലീസ്. DK, ഇവർക്ക് DKയോട് എന്തോ പറയാനുണ്ടെന്ന്. ഈ മുറ്റത്ത് വന്നു നിന്ന് നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് പോയവളാ ഞാൻ. പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് നിങ്ങളുടെ സഹായം തേടിയ. സഹായോ? എന്ത് സഹായം? അനാവശ്യമായ ആർക്കും ഒരു സഹായവും ചെയ്യരുതെന്നാണ് ഞാൻ പഠിച്ച പുതിയ പാഠം. അയ്യോ, അങ്ങനെ പറയരുത്. ദാ, ഇതെന്റെ മകളുടെ കല്യാണക്കുറിയ.
അത് ശരി. അപ്പൊ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാണല്ലേ? നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വരാൻ ഇവിടെ ആർക്കും ഒരു താല്പര്യവും. അതുകൊണ്ട് ഈ കല്യാണക്കുറി അങ്ങ് തിരിച്ചു കൊണ്ടുപോകുന്നതാ നല്ലത്. ആർക്കും സഹായം ചെയ്യാനുള്ള കൗണ്ടറുകളൊന്നും ഇവിടെ തുറന്നു വെച്ചിട്ടില്ല. DK, പ്ലീസ്. ക്ഷണിക്കാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. നിങ്ങളെ ക്ഷണിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതുമല്ല. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിന് അകാരണമായൊരു ഭയം. നിങ്ങളുടെ അനിയൻ ഈ കല്യാണം മുടക്കുമോ എന്ന ഭയം എനിക്കുണ്ട്. ശിവ ഇനി അവൾക്ക് പിന്നാലെ വരില്ല എന്ന് DK വാക്ക് തന്നതല്ലേ? DK തന്ന വാക്ക് ശിവ തെറ്റിക്കില്ല. ഞങ്ങൾക്ക് ശിവയെ വിശ്വാസ. പക്ഷേ എനിക്ക് എന്റെ മോളെ വിശ്വാസമല്ല. അതിനിപ്പോ ഞങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കുന്നതും നടക്കാതിരിക്കുന്നതും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. മേലിൽ നിങ്ങളുടെ മകളുടെ കാര്യം പറഞ്ഞ് ഇവിടേക്ക് വരരുത്. പൊയ്ക്കോ. ഇല്ല, ഞാൻ പോവില്ല. നിങ്ങളുടെ അനിയൻ ഈ കല്യാണം മുടക്കും, എനിക്ക് ഉറപ്പാ. നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണമെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിന് വരണം. നിങ്ങൾ വന്നു നിന്ന് ഈ കല്യാണം നടത്തി തരണം. ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ എന്ത് കരുതി? നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തിത്തരാനുള്ള ഇടനിലക്കാരനാണ് ഞാനെന്നോ? എന്റെ അനിയനോട് നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. നിങ്ങളുടെ മോളെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ശിവ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ നിങ്ങൾ അവനെ കൊല്ലാക്കൊല ചെയ്തു, ഭ്രാന്തനാക്കി. പിന്നെ നിങ്ങളുടെ മകളിപ്പോ വലിയ സിനിമാ നടിയോ സെലിബ്രിറ്റിയോ ഒക്കെ ആയിരിക്കും. അവൾ ഇനി എത്ര വലിയവളായാലും ഞങ്ങളുടെ ശിവയ്ക്ക് ഇനി അവളെ വേണ്ട. ഇവരെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കണം DK. നിങ്ങൾ ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ ഇറക്കി വിടണോ? നിങ്ങളോട് ഈ ജന്മത്ത് ദയയുടെ ഒരു കണിക പോലും ഞാൻ കാണിക്കില്ല. DK, നിങ്ങളുടെ അനിയനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതൊന്നും മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല. ജീവിതം മുഴുവൻ കൈവിട്ടു പോയ ഒരു അമ്മ മകളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു പോയതാ. അന്ന് എനിക്ക് അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ അതേ സാഹചര്യത്തിലാ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കണം. എന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു MP ആണ്. പേര് വിഘ്നേശ്വർ. നിങ്ങളുടെ അനിയനും എന്റെ മകളും തമ്മിലുള്ള പഴയ ബന്ധമെല്ലാം അവന് നല്ലതുപോലെ അറിയാം. പിന്നെ ഒന്നുകൂടി പറയാം, എന്റെ മകൾ ഇപ്പോഴും നിങ്ങളുടെ അനിയനെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് അവക്ക് ശിവയോട് സ്നേഹമില്ലാന്ന്? അത് ശരിയാ. നിങ്ങളോട് അന്ന് എനിക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നു. പക്ഷേ ഇപ്പൊ അവള് വിളിച്ച ശിവ വരും, ആ കല്യാണം മുടക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ നടക്കുന്നതെല്ലാം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമായിരിക്കും. ചിലപ്പോ ജീവൻ പോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഇനിയൊരു വാക്ക് മിണ്ടിയാ നിങ്ങളെ ഞാൻ കൊല്ലും. DK, ഞാൻ വന്നത് നിങ്ങളെ വെല്ലുവിളിക്കാനോ അപമാനിക്കാനോ ഒന്നും അല്ല. എന്റെ നിസ്സഹായത കൊണ്ട് ഇനിയും നിങ്ങളുടെ അനിയനെ ദ്രോഹിക്കാൻ എനിക്കാവില്ല. ഒരിക്കൽ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവര് തമ്മിൽ വേർപിരിച്ചു. ഒരു അമ്മയുടെ സ്വാർത്ഥതയായിട്ട് അതിനെ കണ്ടാ മതി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ,
എന്റെ മകളെ എനിക്ക് വിശ്വാസമില്ല. അവള് നിങ്ങളുടെ അനിയനെ വിളിച്ചു വരുത്തും. അവള് വിളിച്ച നിങ്ങളുടെ അനിയൻ നിങ്ങളുടെ എന്നല്ല ഈശ്വരന്റെ വാക്ക് പോലും തെറ്റിക്കും. കാരണം അവന്റെ മനസ്സിൽ നിന്ന് അവൾ ഒരിക്കലും പോവില്ല എന്ന് എനിക്കറിയാം. ഡി കെ, അവരൊക്കെ വലിയ ആൾക്കാരാ. എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്തവരാ. എന്തെങ്കിലും കാരണം വെച്ചാ നിങ്ങളുടെ അനിയൻ അവിടെ വന്നാ അത് ആപത്താ. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അവിടേക്ക് വരാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ ഈ കല്യാണത്തിന് വരണം. ഈ കല്യാണം നിങ്ങൾ വന്നൊന്ന് നടത്തി തരണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. എന്നെ വിശ്വസിക്കൂ. നിങ്ങളുടെ അനിയന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. പ്ലീസ്. ശരി, സമ്മതിച്ചു. ഈ കല്യാണത്തിന് ഞാൻ വരും. നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തി തന്ന് മഹാനാകാൻ വേണ്ടിയൊന്നുമല്ല. എന്റെ അനിയൻ കാരണം നിങ്ങളുടെ മകളുടെ ജീവിതം നശിച്ചെന്ന് നാളെ നിങ്ങൾ പറയാൻ ഇടവരരുത്. അതെനിക്കിഷ്ടമല്ല. അതിനുവേണ്ടി മാത്രം ഞാൻ വരും. എനിക്ക് തന്ന വാക്ക് എന്റെ അനിയൻ തെറ്റിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. SK വേണോന്ന് നിങ്ങളുടെ മകൾ ഇനി എത്ര ആഗ്രഹിച്ചാലും അവളെ അവന് വേണ്ട, ഈ കുടുംബത്തിനും വേണ്ട. മകളുടെ ജീവിതത്തിൽ നിങ്ങൾ അവൾക്ക് നഷ്ടപ്പെടുത്തിയത് എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ദിവസം നിങ്ങൾ കരയും, പൊട്ടിക്കരയും. അമരാവതിയുടെ പഠിക്കൽ പോലും വരാനുള്ള യോഗ്യത നിങ്ങളുടെ മകൾക്കില്ല. DK കല്യാണത്തിന് വരാമെന്ന് സമ്മതിച്ചില്ലേ? ഇനി സ്ഥലം കാലിയാക്കിക്കോ. ഇറങ്ങി പോകാൻ. മായ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് പറയാനുള്ളൂ. DK വരും, ആ വാക്ക് മാറില്ല. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തോ, എന്റെ അനിയന് നിങ്ങളുടെ മകളെ വേണമെന്ന് അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞ പിന്നെ ഏത് കൊമ്പത്തെ MP കിട്ടാണ്ടിരിക്കുന്ന പെണ്ണായാലും എന്റെ അനിയന് ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിരിക്കും. പക്ഷേ അവൻ ഇനി അവളെ ആവശ്യമില്ലെന്ന് എന്നേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് വരും, കല്യാണം നടത്തും. ഇതെന്റെ ഉറപ്പുള്ള വാക്കാണ്. പോകാം. എന്തായി മേഡം? എല്ലാം ഓക്കെയാ. കേറ്, പറയാം. നീ ഇപ്പൊ വന്നത് നന്നായി. അതുകൊണ്ട് പറയാനുള്ള കാര്യം നിന്നോടും കൂടി പറഞ്ഞിട്ട് പോകാനുള്ള അവസരം ഉണ്ടായി. നാളെ കഴിഞ്ഞാൽ എന്റെ മകൾ അമലയുടെ വിവാഹം.
ഈ കുറി നിനക്കുള്ളതാ, കയ്യില് വെച്ചു. എനിക്കിതിന്റെ ആവശ്യമില്ല. അയ്യോ, ഇത് നിന്നെ ക്ഷണിക്കാനൊന്നുമല്ല, വിവാഹ സമയത്ത് നീ അവിടേക്ക് വരരുത് എന്ന് ഓർമ്മിപ്പിക്കാനാ.